ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു സ്ത്രീയെ ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയായിരിക്കാം, അവരെ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി ഡീപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൂടുതലാകും എന്നുള്ള സംശയമൊന്നും വേണ്ട. അപ്പോൾ എന്തൊക്കെയാണ് അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾ പൊതുവെ ഭാവനാ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതായത് കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന, കുറേ സ്വപ്നങ്ങളുള്ള, എപ്പോഴും ഇങ്ങനെ പകൽ സ്വപ്നം കാണുമെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഭാവനാ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചുമ്മാ അവരുടെ അടുത്ത് ഇങ്ങനെ, അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം, നമ്മൾ കുറച്ചുകൂടി മുന്നേ കണ്ടുമുട്ടേണ്ടതായിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ അവരതിനെക്കുറിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തിക്കും. ഒരുപാട് കാര്യങ്ങൾ അവർ ചിന്തിച്ചു കൂട്ടുന്നുള്ളതാണ്. ചിന്തിച്ചു കൂട്ടുക പറയുമ്പോൾ നെഗറ്റീവായിട്ടല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, ഒന്നാമത് നിങ്ങൾക്ക് അവരോട് കുറച്ചുകൂടി ഇഷ്ടമുണ്ട്, അതായത് കുറച്ചുകൂടി മുന്നേ കണ്ടുമുട്ടേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുമായിട്ട് അത്രയും അടുപ്പമാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് മുന്നേ മുതലേ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് പോവേണ്ടതായിരുന്നു എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി അവർക്ക് അത് ഇഷ്ടം ഫീൽ ചെയ്യുകയാണ് ചെയ്യുക. മാത്രമല്ല അവരതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളിത് പറയുമ്പോൾ അവരുടെ ചിന്ത എങ്ങോട്ടാണ് പോകുന്നത്, അവരെന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അത് അവർ പറയും. അതായത് നിങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോൾ അവർ ചിലപ്പോൾ ആ ഒരു ടൈമിൽ അവരുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം പറയും. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിരിക്കാം. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ പോലൊരു മറുപടിയോ, ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മറുപടിയൊക്കെ ആയിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് പറയുമ്പോൾ കുറച്ചുകൂടി അവർക്ക് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ കുറച്ചുകൂടി മുന്നേ കണ്ടുമുട്ടേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ വരാൻ ഹെൽപ്പ് ചെയ്യും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അവരോട് കുറച്ചുകൂടി ഇഷ്ടമുണ്ട് എന്നൊരു തോന്നൽ കൂടി അവരുടെ മനസ്സിൽ വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ ലുക്സിനെ മാത്രമല്ല അവരുടെ എനർജിയെ കൂടി നിങ്ങളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവരുടെ ലുക്ക് നോക്കിയിട്ട് അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യും. അതായത് നീ ഇന്ന് ഭയങ്കര സുന്ദരിയാണ്, നിനക്കാണ് നല്ല രസമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് അവരുടെ ആ ലുക്ക് നോക്കി നമ്മൾ പറയണതാണ്. അതല്ലാതെ അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി, ഇതിനെയൊക്കെ നിങ്ങളൊന്ന് അഭിനന്ദിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നീ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് കേട്ടോ എന്ന് പറയാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നീ എന്താ ജെന്യുവനാണ് ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ലുക്കിൻ്റെ കാര്യത്തിലുള്ള ഈ ഒരു അഭിനന്ദനം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിലും ഭയങ്കര അതിശയം നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മളിങ്ങനെ അവരുടെ ക്യാരക്ടർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു അപ്രിസിയേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് അതവർക്ക് ഭയങ്കര സന്തോഷം. അതായത് ആ ഒരു ടൈമിൽ നിങ്ങൾ അവരെ ഒത്തിരി മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവർക്ക് തോന്നുക. അപ്പോൾ അതൊക്കെ നിങ്ങളോട് കുറച്ചുകൂടി ഒരു ഇഷ്ടം കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് നിലനിർത്തുക എന്നുള്ളതാണ്. ഇത് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ പറയുന്ന പോലെ ഐ കോണ്ടാക്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നോർമലി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവരുടെ മുഖത്ത് കൂടെ ഇങ്ങനെ നമ്മൾ കണ്ണോടിക്കുക, അതായത് ഫേസിൽ കൂടെയൊക്കെ ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ കണ്ണിലേക്ക് തന്നെ നോക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിൻ്റെ ആ ഒരു തൊട്ട് മുന്നേ അവരുടെ ചുണ്ടുകളിലേക്ക് നോക്കുക. ഇപ്പോൾ അവർ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ചുണ്ടിലേക്ക് നോക്കുക. നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു മിനിറ്റ് സൈലൻ്റ് ആയിട്ട് അവരുടെ ചുണ്ടിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരണേ എന്നുള്ളത്. പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവരിൽ ഭയങ്കരമുള്ള ഒരു അനുഭൂതി, അതായത് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു ഫീൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഭയങ്കര ഹാപ്പി ആവും അവർ, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ രീതിയിലുള്ള സ്പർശനമാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ സ്പർശനം എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കൈയൊക്കെ ഒന്ന് പിടിക്കുക. അതേപോലെ ഇപ്പോൾ നിങ്ങൾ പബ്ലിക്കായിട്ട് നടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് നടക്കാൻ നോക്കുക. ഒരു സ്ഥലത്ത് ഇരിക്കുവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ തൊട്ടടുത്ത് ചെന്നിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ കൈ ഒക്കെ അങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ മുട്ടിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. ഇതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാക്കും. മാത്രമല്ല ഒരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് കെയറും വരുന്നുണ്ട്, പിന്നെ ഒന്ന് റൊമാൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ ഇമോഷണൽ കണക്ഷനും ഫിസിക്കൽ കണക്ഷനും ഒക്കെ, ഫിസിക്കൽ അട്രാക്ഷനും ഒക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്പർശനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യാനായിട്ട്
മറക്കാതിരിക്കുക എന്നുള്ളതല്ല, മടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്, അതുകൊണ്ട് അതിനൊരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കെയറിങ് ഒക്കെ നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് പതുക്കെ എന്നാൽ കുറച്ച് ഗാംഭീര്യമുള്ള രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ നമ്മൾ കാണാറുണ്ട് ഭയങ്കര സൗണ്ടിൽ സംസാരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുകളാണ് സംസാരിക്കുന്നുണ്ടെങ്കിലും ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന പാകത്തിനായിരിക്കും ചില ആളുകൾ സംസാരിക്കുക. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെയാണ് സംസാരിക്കാറുള്ളത്, അവരുടെ സൗണ്ട് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പതുക്കെ സംസാരിക്കുക, എന്നാൽ കുറച്ച് ഗാംഭീര്യമുള്ള രീതിയിൽ തന്നെ നിങ്ങൾ സംസാരിക്കണം എന്നുള്ളതാണ്. അതായത് കുറച്ച് പതുക്കെയാണെങ്കിലും വളരെ ക്ലിയർ ആയ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. അവർക്ക് കൃത്യമായി മനസ്സിലാകണം നിങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നതിന് തൊട്ട് മുന്നേ, അതായത് പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് നേരം ഒരു 2-3 സെക്കൻഡ് നിങ്ങൾ സൈലന്റ് ആവുക. സൈലന്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ മറുപടി കൊടുക്കുക. അതേപോലെ പെട്ടെന്ന് സംസാരിച്ച് നിർത്താനുള്ള ഒരു ധൃതിയൊന്നും നിങ്ങൾക്ക് ഉണ്ടാവരുത്. പതിയെ സംസാരിച്ച് നിർത്തുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക. അപ്പം ഇങ്ങനെ പതിയെ സംസാരിക്കുന്നതും കുറച്ച് ഗാംഭീര്യമുള്ള സംസാരമൊക്കെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ അവരെ കേട്ടിരിക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോഗിക്കാം. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ മിസ്റ്റീരിയസ് ആയിരിക്കുക എന്നുള്ളതാണ്. എന്ന് കരുതി എല്ലാം ഇങ്ങനെ പറയാതിരിക്കണം എന്നുള്ളതല്ല. അതേപോലെ തന്നെ അവരെ കുറച്ചുകൂടി ആകാംക്ഷയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ കാമുകന്മാരായിരിക്കില്ലേ, അയ്യോ അല്ല അങ്ങനെയൊന്നും ആവില്ലായിരിക്കും എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, അപ്പോൾ ആയാൽ എന്താ കുഴപ്പം എന്നുള്ളത് അവർ ചിന്തിക്കും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ആയിരിക്കും, അങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ ലൈഫ് പോയിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടി ഒരു ആകാംക്ഷ അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ അവർ ആ കാര്യങ്ങൾ ചിന്തിക്കും. അപ്പം ഇങ്ങനെ കുറച്ച് ആകാംക്ഷ എപ്പോഴും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ തന്നെ അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നില്ലെങ്കിൽ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്